നമസ്കാരം, ഫുക്രിയിലേക്ക് സ്വാഗതം. എന്തൊരു ഗോൾ വർഷമാണ് ജർമ്മനി നടത്തിയത്. കുഞ്ഞൻ രാജ്യമായ ക്യുറസോവയ്ക്കെതിരെ അതിഗംഭീരമായ കളിയാണ് ജർമ്മനി കളിച്ചത്. ഗോളുകൾ അടിച്ചു കൂട്ടി. ഒന്നിനെതിരെ ഏഴ് ഗോളുകൾക്കാണ് ക്യുറസോവയെ ജർമ്മനി തകർത്തു വിട്ടത്. എന്നാൽ ക്യുറസോവ ഒരു ഗോൾ അടിച്ചു എന്നത് നമ്മൾ കാണണം. ക്യുറസോവ ഒരു ഗോൾ, അതും മാനുവൽ നോയറിൻ്റെ ഗോൾ പോസ്റ്റിലാണ്. മാനുവൽ നോയർ വല കാക്കുന്ന ഗോൾ പോസ്റ്റിലേക്ക് ക്യുറസോവ ഒരു ഗോൾ അടിച്ചു കയറ്റി. അത് തീർച്ചയായും അവരുടെ നേട്ടമാണ്. എന്തായാലും ജർമ്മനി തന്നെയാണ്, അത് നമ്മൾ പ്രതീക്ഷിച്ചതാണ്. ക്യുറസോവ ആദ്യമായിട്ട് ലോകകപ്പ് കളിക്കുകയാണ്. വെറും 1,50,50,000 ജനസംഖ്യ മാത്രമുള്ള ക്യുറസോവ, വെറും ഒരു കുഞ്ഞൻ രാജ്യമായ ക്യുറസോവ ആദ്യമായി ലോകകപ്പ് കളിക്കുമ്പോൾ എത്രയോ തവണ ലോകകപ്പ് കളിച്ചിട്ടുള്ള, പല തവണ ചാമ്പ്യന്മാരായിട്ടുള്ള ജർമ്മനിയെ സംബന്ധിച്ചിടത്തോളം ക്യുറസോവ ഒരു ഇരയാകില്ല എന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ തുടക്കം മുതൽ ജർമ്മനി തന്നെയാണ് മുന്നിട്ട് നിന്ന് കളിച്ചത്. ആറാമത്തെ മിനിറ്റിൽ എൻമേച്ച ആദ്യ ഗോൾ അടിച്ചു ജർമ്മനിയുടെ. പക്ഷേ 21ാമത്തെ മിനിറ്റിൽ കൊമനൻസിയ ക്യുറസോവയെ ഒപ്പമെത്തിച്ചു. ഒരു ഘട്ടത്തിൽ 1-1 ജർമ്മനിയും ക്യുറസോവയും. ലോകം ഞെട്ടിപ്പോയി. 1-1 ക്യുറസോവ ആദ്യത്തെ ഗോൾ, ക്യുറസോവയുടെ ആദ്യത്തെ ലോകകപ്പ് ഗോൾ കൊമനൻസിയ 21ാമത്തെ മിനിറ്റിൽ അടിച്ചു. എന്നാൽ പിന്നീട് 38 മിനിറ്റ് വരെ ക്യുറസോവ ജർമ്മനിയെ ഈ 1-1 എന്ന നിലയിൽ പിടിച്ചു നിർത്തി. അതും വലിയൊരു കാര്യമാണ്. പിന്നീട് 38ാമത്തെ മിനിറ്റിൽ ഷ്ലോട്ടർബെക്ക് രണ്ടാമത്തെ ഗോൾ അടിച്ചു ജർമ്മനിയുടെ. കായ് ഹാവേർട്സ് ആദ്യ പകുതിയുടെ അധിക സമയം, അതായത് ഇഞ്ചുറി ടൈമിൽ 5ാമത്തെ മിനിറ്റിൽ പെനാൽറ്റിയിലൂടെ 3ാമത്തെ ഗോൾ ജർമ്മനിക്ക് വേണ്ടി അടിച്ചു. പിന്നീട് മ്യൂസിയാള 47ാമത്തെ മിനിറ്റിൽ ഗോൾ അടിച്ചു. ബ്രൗൺ 68ാമത്തെ മിനിറ്റിൽ ഗോൾ അടിച്ചു. ഉണ്ടവ് 78ാമത്തെ മിനിറ്റിൽ ഗോൾ അടിച്ചു ജർമ്മനിക്ക് വേണ്ടി. പിന്നീട് 88ാമത്തെ മിനിറ്റിൽ കായ് ഹാവേർട്സ് ഒരു ഗോൾ കൂടി അടിച്ചു. അങ്ങനെ കായ് ഹാവേർട്സ് ഈ മത്സരത്തിൽ 2 ഗോൾ അടിച്ചു. ഇരട്ട ഗോൾ നേട്ടവുമായിട്ടാണ് കായ് ഹാവേർട്സ് ഈ ലോകകപ്പിൽ കളിക്കുന്നത്, ആദ്യത്തെ മത്സരത്തിൽ തന്നെ. എന്തായാലും ജർമ്മനി അതിഗംഭീരമായി വന്നിരിക്കുന്നു ലോകകപ്പിൽ. കുഞ്ഞൻ രാജ്യമായ ക്യുറസോവയെ ദുർബലർ എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. പക്ഷേ ലോകകപ്പ് കളിക്കുന്ന ഒരു ടീമും ദുർബലരല്ല. ക്യുറസോവയെ തോൽപ്പിച്ചുകൊണ്ട് 7 ഗോളുകൾക്ക്. ഇത് കേൾക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് 2014 ലോകകപ്പിൻ്റെ സെമി ഫൈനലിൽ ബ്രസീലിനെ, അതും സാക്ഷാൽ ബ്രസീലിനെതിരെ. പക്ഷെ അന്ന് നെയ്മർ പരിക്ക് കാരണം കളിച്ചിരുന്നില്ല എന്ന് നമ്മൾ ഓർക്കണം. നെയ്മർ ഇല്ലാത്ത ബ്രസീലിനെതിരെ 7 ഗോളുകൾ തന്നെയാണ് ജർമ്മനി അടിച്ചിരുന്നത്. ഇന്ന് വീണ്ടും അതാണ് ഓർമ്മ വന്നത്. 7-1 ജർമ്മനി ക്യുറസോവയെ തകർത്തു വിട്ടിരിക്കുന്നു. പക്ഷെ ക്യുറസോവയ്ക്ക് അഭിമാനിക്കാം. അവർ ഒരു ഗോൾ ജർമ്മനിയെ പോലെ വലിയ വേൾഡ് ബീറ്റേഴ്സ് ആയിട്ടുള്ള ഒരു ടീമിനെതിരെ, അതും മാനുവൽ നോയറുടെ ഗോൾ പോസ്റ്റിലേക്ക് ഒരു ഗോൾ അടിച്ചു കയറ്റി. തീർച്ചയായും ക്യുറസോവയ്ക്കും അഭിമാനിക്കാം.